ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 13-14. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബ്ബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ പൗലോസും തന്നോട് ഒപ്പമുള്ളവരും അന്ത്യോക്യയിലും അതുപോലെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലുമൊക്കെ മിഷണറി വേല ചെയ്യുന്നതിൻ്റെ ചരിത്രമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. പിസിദ്യൻ അന്ത്യോക്യയിൽ നിൽക്കുന്ന രംഗം 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ ഏറെക്കുറെ 40-ാം വാക്യം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം യഹൂദന്മാരെ കുടിയേറി പാർത്ത സ്ഥലമായിരുന്നു പിസിദ്യൻ അന്ത്യോക്യ. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറെക്കുറെ 3600 അടി ഉയരമുണ്ട്. പൗലോസ് ശരീരത്തിലെ ബലഹീനത നിമിത്തമാണ് അത് തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിസിദ്യൻ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബ് തുടങ്ങിയവ ചേർന്നതാണ് ഗലാത്യ മലനാടുകൾ എന്ന് പറയുന്നത്. പൗലോസിൻ്റെ രോഗത്തിന് ആ സ്ഥലം പറ്റിയതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം വിട്ടുമാറാത്ത മലേറിയ, കൊടിഞ്ഞി, കാഴ്ചയില്ലായ്മ ഇതെല്ലാം പൗലോസിനെ വല്ലാണ്ട് അലട്ടിയിരുന്നു എന്ന് ചില പഠിതാക്കൾ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സന്നി വരുന്ന രോഗം, എപ്പിലെപ്സി പൗലോസിനുണ്ടായിരുന്നുവെന്ന് വില്യം ബാർക്ലേയും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള തടസ്സങ്ങളും ശരീരത്തിൻ്റെ ബലഹീനതകളും ഒന്നും പൗലോസിന് തൻ്റെ ദൗത്യ നിയോഗത്തിനൊരു വിഘാതമായിരുന്നില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് അനുഭവരസത്തോടെ പൗലോസ് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ വേലയ്ക്ക് നിയോഗം നൽകിയിരിക്കുന്നത്. അത് നിറപടിയായി നിറവേറ്റാൻ അവൻ ശക്തീകരിക്കുകയും ചെയ്യും എന്ന് ഒട്ടും സംശയമില്ലാതെ പൗലോസ് തന്നെ പ്രസ്താവിക്കുന്നു. പിസിദ്യൻ അന്ത്യോക്യയിൽ പൗലോസ് ചെയ്ത പ്രസംഗം ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട്. സുവിശേഷ ദർശനം വ്യക്തമാക്കുന്ന സന്ദേശമായിരുന്നു അത്. ചില തലവാചകങ്ങൾ മാത്രം നമ്മൾ നോക്കുമ്പോൾ പാപത്തിൻ്റെ ഫലമായി അന്യപ്പെട്ട മനുഷ്യവർഗത്തെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവം തന്നെ മുൻകൈയെടുത്തു. ദൈവം പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു, മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, കനാൻ ദേശം നൽകി, ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും കൊടുത്തു, ദാവീദിൽ നിന്ന് യേശു എന്ന രക്ഷിതാവിനെ നൽകി. അവനാണ് സുവിശേഷം. അതുകൊണ്ട് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു, അതാണ് സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ഉയിർത്തെഴുന്നേൽപ്പും മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായുള്ള ദൈവിക പദ്ധതിയാണ് എന്ന് പൗലോസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രം, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, നിരാകരിക്കുന്നവനോ ന്യായവിധി ഉണ്ടാകും. ഇതാണ് പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു കാതലായ സന്ദേശം. വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ മശിഹാ സമൂഹം ജാതികൾക്ക് പ്രകാശമായി തീരേണ്ടതാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് മാത്രമേ ഉതകൂ എന്ന് ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
മുള്ളിനോട് ഉദയ്ക്കുന്നത് കൊണ്ട് വേദന കൂടുകയുള്ളൂ എന്ന് പൗലോസിനോട് കർത്താവ് തൻ്റെ ദർശനത്തിൽ പറയുന്നു. കൂട്ടിയിട്ട് തീ കത്തിക്കാൻ പതിരായിട്ട് ആണ് വിജാതീയരെ കുറിച്ച് യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. വിളവെടുപ്പിന് വിളഞ്ഞെടുക്കുന്ന പാടമായി യേശു അവരെ കാണുന്നു. അപ്പോൾ യഹൂദന്മാർ തള്ളിക്കളഞ്ഞ, ദൈവത്തിന് വേണ്ടാത്തവരെന്ന് കരുതിയിരുന്ന വിജാതീയരെ ദൈവത്തിന് വേണ്ടി നേടി ആ രക്ഷാപദ്ധതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ പൗലോസിനെ ദൈവം തമ്പുരാൻ വ്യത്യസ്ത മുഖാന്തരങ്ങളിലൂടെ ഉപയോഗിച്ചു എന്നതാണ് പൗലോസിൻ്റെ മിഷണറി വേലയിൽ, ഈ യാത്രകളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു രഹസ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ പല ആളുകളുമായി ചേർന്ന് കർത്താവിൻ്റെ വേല നിറപടിയായി ചെയ്യാൻ ബലഹീനതകളുടെ മധ്യത്തിലും പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. അപ്പോൾ നമ്മുടെ ബലഹീനതകളിലും പോരായ്മകളിലും ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും തള്ളിക്കളയാതെ തൻ്റെ കരങ്ങളിലെടുത്ത് നമ്മളെ ഉപയോഗിക്കും എന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ തകർന്നു പോകാതിരിക്കാൻ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിവസത്തിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ അവിടുന്ന് ഉപയോഗിച്ച വിധങ്ങളെക്കുറിച്ച് ഞങ്ങൾ വായിച്ച് അറിയുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കിത് പ്രചോദനത്തിൻ്റെ നിദാനമാകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ തന്നെ അവിടുന്ന് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിലും പ്രതിസന്ധികളിലും തളർന്നും തകർന്നും പോകാതിരിക്കാനുള്ള ഊർജം ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നൽകണമേ. സകല ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയിലും കൃപയിലും വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.